ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മാർച്ച് മാസ ഫലമാണ്. മാർച്ച് മാസത്തിൽ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ വന്നു ചേരേണ്ട, അല്ലെങ്കിൽ നേട്ടങ്ങൾ വന്നു ചേരേണ്ട, വിജയങ്ങൾ വന്നു ചേരേണ്ട ഒരു മാസമാണ്. പൂർണ്ണമായ ദൈവാധീനം, ഭാഗ്യസ്ഥാനത്ത് തന്നെ ഭാഗ്യാധിപന്റെ സ്ഥിതിയും ഉത്തമമായ രീതിയിൽ സ്ഥിതി ചെയ്യും. ഭാഗ്യാധിപൻ ആയിരിക്കുന്ന ബുധൻ 5-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ 9-ാം ഭാവത്ത് നിൽക്കുന്നത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം. അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും ഒക്കെ വർദ്ധിക്കുന്നതിനും പ്രസിദ്ധി വർദ്ധിക്കുന്നതിനും, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാകുകയും കൂടെ നിൽക്കുന്നവരുടെ ആയാലും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഇടപാടുകാരിൽ നിന്നുമൊക്കെ ഒരു അംഗീകാരമൊക്കെ ലഭിക്കുവാൻ യോഗമുണ്ട്. സഹോദര സ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ നല്ല ഒരു സമയം. അവരിൽ നിന്ന് ചില സഹായങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുവാനും കൊടുക്കുവാനും ഒക്കെ നല്ല ഒരു മാസമാണ്. കുടുംബത്തെ പൊതുവെ സമാധാനവും സന്തോഷവുമുള്ള ഒരു മാസം. ദീർഘനാളുകളായിട്ട് ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത് ഒത്തുവരികയും അതിനുള്ള ധനം വന്നു ചേരുവാനും ഒക്കെ നല്ല യോഗവും ഭാഗ്യവും അതുപോലെ തന്നെ ദൈവാധീനവും എല്ലാം ഒത്തുവന്നിരിക്കുന്ന ഒരു മാസം. അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുള്ള ഒരു മാസം. ധനസ്ഥാനത്തിൻ്റെ അധിപന്റെ സ്ഥിതി അനുസരിച്ചും ഭാഗ്യസ്ഥാനാധിപന്റെ സ്ഥിതി അനുസരിച്ചും ഒക്കെ അങ്ങനെ തന്നെ പൂർണ്ണ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. 5-ാമത്തെ ഭാഗ്യസ്ഥാനത്താണല്ലോ പ്രബലകരങ്ങളായ ചൊവ്വായും ആദിത്യനും ശുക്രനും ഒക്കെ നിൽക്കുന്നു. കൂടെ ബുധനുമുണ്ട്, സർപ്പനും ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ്. പഠന കാര്യങ്ങളിലൊക്കെ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, സ്വന്തം നാട് വിട്ടുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക്, സ്വന്തം നാട് വിട്ടുപോയി നിന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്നവർക്ക് ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. മിലിറ്ററിക്കാരായിരിക്കുന്നവർക്കായാലും പോലീസുകാരായാലും പൊതുവെ നല്ല ഒരു മാസം. മേലധികാരികളുടെയൊക്കെ ഒരു അംഗീകാരം കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിംഗ്, എക്സ്പോർട്ടിംഗ്, ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ, ബ്രോക്കറിംഗ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ രാശിയാധിപൻ കൂടിയാണ്. അത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ പൂർണ്ണ ബലമുള്ളതിനാൽ നല്ല ഒരു വാഹനം വന്നു ചേരുവാനോ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് ഉള്ള ഉത്തമ സമയമാണ്. അതുപോലെ തന്നെയാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്കും അനുകൂലമാണ്. അധിക കടബാധ്യതകളൊന്നും വന്നു ചേരുവാനുള്ള സൂചനയില്ല. ഉള്ള കടങ്ങൾ ഒതുങ്ങി വരുന്നതിനും ഒക്കെയുള്ള ഭാഗ്യമാണ് കാണുന്നത്. അതായത് അപ്രതീക്ഷിതമായ ഒരു ധനാഗമന യോഗം, തൊഴിൽപരമായ ഒരു പുരോഗതി വന്നു ചേരുക, പ്രത്യേകിച്ച് സ്വന്തം നിലയ്ക്ക് വ്യാപാര വിപണനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ, ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, കടങ്ങളൊക്കെ ഒതുങ്ങി വരിക, ഇടപാടുകാരും ഒക്കെ ആയിട്ട് നല്ല സഹകരണം ഉണ്ടാകുക, കടം കൊടുത്തത് കിട്ടുക, കടം കൊടുത്തതൊക്കെ കിട്ടുന്നതിനൊക്കെ ഈ മാസം ദീർഘനാളുകളായിട്ട് കിട്ടാക്കടങ്ങളൊക്കെ കിട്ടുവാനൊക്കെ യോഗമുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കായാലും പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്ന സമയം. അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. അത് പ്രായമായവർക്കും ബാധകമാണ്. എന്നിരുന്നാലും ഏതെങ്കിലും രോഗാവസ്ഥകൾക്ക് മരുന്നൊക്കെ കഴിക്കുന്നവർ അത് പെട്ടെന്ന് നിർത്തുവാനൊന്നും പാടില്ല. അതൊക്കെ തുടർന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. സംസാരത്തിൻ്റെ നയവും കഴിവും ഒക്കെ ഉപയോഗിച്ച് സഹപ്രവർത്തകരെ ആയാലും മേലധികാരികളെ ആയാലും കൂടെ നിർത്തുവാനും, ശത്രുക്കൾ നിഷ്പ്രഭരാകാനും ശത്രുക്കളെ കൂടി കൂടെ നിർത്തുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം. അധിക സാഹസികമായ കാര്യങ്ങളിൽ കഴിവതും ഏർപ്പെടാതിരിക്കുക. അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും അതൊക്കെ വളരെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുവാനൊന്നും പാടില്ല ഈ മാസം.
മറ്റൊരു പ്രധാന കാര്യം മാതാവിനും മാതൃവഴിയുള്ള ബന്ധുക്കൾക്കുമൊക്കെ വളരെ അനുകൂലമാണ്. ബന്ധുക്കളിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം. ധനം കയ്യിൽ കൊണ്ട് നടക്കുന്നവർക്കും ധനപരമായ ഇടപാടുകൾ നടത്തുന്നവരും വളരെ ജാഗ്രത വേണം. പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, കടം കൊടുക്കുന്നവർ, അവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. ദീർഘദൂരം പണവുമായിട്ട് യാത്ര ചെയ്യുന്നവരൊക്കെ വളരെ ജാഗ്രത ആവശ്യമുള്ള സമയം. അധ്യാപകർക്കും മറ്റ് ഗവൺമെൻറ് ജീവനക്കാർക്കും ഒക്കെ പൊതുവെ നല്ല ഒരു സമയം. കൃഷിക്കാർക്ക് വളരെ നല്ല ഒരു സമയമാണ്. കൃഷിയുടെ വിളവെടുപ്പിൻ്റെയൊക്കെ കാലമായ ഈ സമയത്ത് നല്ല വിളവ് ലഭിക്കുകയും വിളവിന് അനുസരിച്ച് നല്ല വില ലഭിക്കുന്നതിനുമൊക്കെ നെൽകൃഷിയായാലും മറ്റ് കരഭൂമിയിലെ മറ്റ് കൃഷികളൊക്കെ അത് അനുകൂലമാണ്. വിലയൊക്കെ കിട്ടുന്നതിന് ഈ ആണ്ടിൽ നല്ല ഒരു അനുകൂലമായിരിക്കുന്ന സമയം. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ആയിരിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിരിക്കുന്ന സമയം. അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാകുവാനൊക്കെ യോഗമുണ്ട്. അത് സപ്തമഭാവം വിദേശത്തെ സൂചിപ്പിക്കുന്ന 12ാം ഭാവത്തെയും ദൈവാധീനത്തെയും ഒക്കെ വിലയിരുത്തിയതിൽ അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ഭജിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേരും നക്ഷത്രവും ചേർക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അതുപോലെ തന്നെ നേരിട്ട് വരികയോ ഒക്കെ ചെയ്യുന്നതിന്, ഗ്രഹനില നോക്കുന്നതിനോ കവടിയാലുള്ള പ്രശ്നം നോക്കുന്നതിനുമൊക്കെ സാധിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.